രണ്ട് ദിനവൃത്താന്തം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന 33-ാം അധ്യായം. മനസ്സെ 12-ാം വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛ ആചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. അശേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു. ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ജെറുസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏതാലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ദേവാലയത്തിൻ്റെ 2 അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. സ്വന്തം പുത്രന്മാരെ അവൻ ബൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിന് മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ പ്രകോപിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ദൈവം ഇപ്രകാരം അരുളി ചെയ്തത്: ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എൻ്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും. മോശ വഴി ഞാൻ നൽകിയ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്തു നിന്ന് ഇസ്രായേലിൻ്റെ പാദം ഞാൻ ഒരിക്കലും ഇളക്കുകയില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂദായെയും ജെറുസലേം നിവാസികളെയും മനസ്സെ പ്രേരിപ്പിച്ചു. കർത്താവ് മനസ്സയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വകവച്ചില്ല. അതിനാൽ കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അവർ മനസ്സയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും തൻ്റെ പിതാക്കന്മാരുടെ മുൻപിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനസ്സയെ അവൻ്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി. അതിനുശേഷം അവൻ ദാവീദിൻ്റെ നഗരത്തിന് ഒരു പുറം മതിൽ പണിതു. അത് ഗീഹോണിന് പടിഞ്ഞാറുള്ള താഴ്വരയിൽ തുടങ്ങി ഓഫേൽ ചുറ്റി മത്സ്യകവാടം വരെ എത്തി. അത് വളരെ ഉയരത്തിലാണ് കെട്ടിയത്. യൂദായിലെ എല്ലാ സുരക്ഷിത നഗരങ്ങളിലും അവൻ സേനാധിപന്മാരെ നിയമിച്ചു. കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹത്തെയും അവൻ നീക്കം ചെയ്തു. ദേവാലയ ഗിരിയിലും ജെറുസലേമിലും താൻ നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങൾ തകർത്ത് നഗരത്തിന് വെളിയിൽ എറിഞ്ഞു. അവൻ കർത്താവിൻ്റെ ബലിപീഠം വീണ്ടും പ്രതിഷ്ഠിക്കുകയും അതിൽ സമാധാന ബലികളും കൃതജ്ഞതാബലികളും അർപ്പിക്കുകയും ചെയ്തു. കർത്താവിനെ സേവിക്കാൻ യൂദായോട് കൽപ്പിച്ചു. എങ്കിലും ജനം പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു. എന്നാൽ അത് തങ്ങളുടെ ദൈവമായ കർത്താവിനായിരുന്നു. മനസ്സയുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വാക്കുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനയും ദൈവം അത് കേട്ട വിധവും തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിന് മുൻപ് അവൻ ചെയ്ത പാപവും കാണിച്ച അവിശ്വസ്തതയും അവൻ പൂജാഗിരികൾ നിർമ്മിക്കുകയും അശേര പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദീർഘദർശികളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സെ പിതാക്കന്മാരോട് ചേർന്നു സ്വഭവനത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആമോൻ സിംഹാസനാരോഹണം ചെയ്തു. ആമോൻ ഭരണം ആരംഭിച്ചപ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ 2 വർഷം ജെറുസലേമിൽ വാണു. പിതാവായ മനസ്സയെപ്പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവ് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് അവൻ ബലിയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു. എന്നാൽ പിതാവിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല. പ്രത്യുത പൂർവാധികം തിന്മയിൽ മുഴുകി. സേവകന്മാർ
അവനെതിരെ ഗൂഢാലോചന നടത്തി സ്വഭവനത്തിൽ വെച്ച് അവനെ വധിച്ചു. ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം ദേശവാസികൾ കൊന്നുകളഞ്ഞു. അവൻ്റെ മകൻ ജോസിയായെ അവർ രാജാവാക്കി. 34 അധ്യായം. ജോസിയ. രാജാവാകുമ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സായിരുന്നു. അവൻ 31 വർഷം ജെറുസലേമിൽ വാണു. അവൻ കർത്താവിൻ്റെ മുൻപാകെ നീതി പ്രവർത്തിച്ചു. പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. അവൻ തൻ്റെ 8-ാം ഭരണവർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു. രാജാവായി 12 വർഷമായപ്പോൾ യൂദായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന പൂജാഗിരികളും അശേരാ പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങൾ, വാർപ്പ് പ്രതിമകൾ എന്നിവയും നശിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ മുൻപിൽ വെച്ച് അവർ ബാലിൻ്റെ ബലിപീഠങ്ങൾ തകർത്തു. അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന ധൂപപീഠങ്ങൾ തല്ലിത്തകർത്തു. അശേരാ പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങളും വാർപ്പ് പ്രതിമകളും തച്ചുടച്ചു. അവ ധൂളിയാക്കി അവയ്ക്ക് ബലിയർപ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങൾക്ക് മീതെ വിതറി. പുരോഹിതന്മാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങളിൽ വെച്ച് കത്തിച്ചു. അങ്ങനെ യൂദായെയും ജെറുസലേമിനെയും ശുദ്ധീകരിച്ചു. മനാസെ, എഫ്രായിം, ശിമയോൻ തുടങ്ങി നഫ്താലി വരെയുള്ള ദേശങ്ങളിലെ നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇത് തുടർന്നു. ഇസ്രായേൽ ദേശത്തുടനീളം ഉണ്ടായിരുന്ന ബലിപീഠങ്ങൾ അവൻ നശിപ്പിച്ചു. അശേരാ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തകർത്തു പൊടിയാക്കി. ധൂപപീഠങ്ങൾ ഇടിച്ചു പൊളിച്ചു. അനന്തരം അവൻ ജെറുസലേമിലേക്ക് മടങ്ങി. നിയമഗ്രന്ഥം കണ്ടുകിട്ടുന്നു. 18-ാം ഭരണവർഷത്തിൽ ദേശവും ആലയവും ശുദ്ധീകരിച്ചതിനു ശേഷം അസാലിയായുടെ മകൻ ഷാഫാനെയും നഗരാധിപനായ മാസേയായെയും യോവാഹാസിൻ്റെ മകനും രേഖകൾ സൂക്ഷിക്കുന്നവനുമായ യോവാഹിനെയും തൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ ജോസിയ നിയോഗിച്ചു. വാതിൽ കാവൽക്കാരായ ലേവ്യർ ദേവാലയത്തിൽ ശേഖരിച്ച പണം അവൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായെ ഏൽപ്പിച്ചു. ഈ പണം മനാസെ, എഫ്രായിം, ഇസ്രായേലിൻ്റെ മറ്റു പ്രദേശങ്ങൾ, യൂദ, ബെഞ്ചമിൻ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതായിരുന്നു. അത് ജോലിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നവരെ ഏൽപ്പിച്ചു. അവർ പണം ദേവാലയത്തിൻ്റെ കേടുപോക്കാൻ ഉപയോഗിച്ചു. യൂദ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം ജീർണിച്ചുപോയ കെട്ടിടങ്ങളുടെ കേടുപോക്കുന്നതിന് ചെത്തിയെടുത്ത കല്ലും തുലാങ്ങൾക്കുള്ള തടിയും വാങ്ങാൻ മരപ്പണിക്കാർക്കും കൽപ്പണിക്കാർക്കും അവർ ആ പണം കൊടുത്തു. പണിക്കാർ വിശ്വസ്തയോടെ ജോലി ചെയ്തു. അവരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് മെറാറി വംശജനായ യഹത്ത്, ഒബാദിയ, കൊഹാത്ത് വംശജരായ സക്കറിയ, മെശുല്ലാം എന്നീ ലേവ്യരെ നിയോഗിച്ചു. സംഗീതോപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള ലേവ്യർ ചുമടെടുക്കുന്നവരുടെയും മറ്റേതു തരം ജോലി ചെയ്യുന്നവരുടെയും ചുമതല വഹിച്ചു. ലേവ്യരിൽ ഇനിയും ചിലർ പകർപ്പെഴുത്തുകാരും സേവകന്മാരും വാതിൽ കാവൽക്കാരുമായിരുന്നു. കർത്താവിൻ്റെ ദേവാലയത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശ മുഖേന കർത്താവ് നൽകിയിരുന്ന നിയമത്തിൻ്റെ ഗ്രന്ഥം ഹിൽക്കിയ പുരോഹിതൻ കണ്ടെത്തി. അവൻ വിചാരിപ്പുകാരനായ ഷാഫാനോട് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു. അവൻ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു. അത് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഷാഫാൻ പറഞ്ഞു, അങ്ങ് ആജ്ഞാപിച്ചതെല്ലാം സേവകർ അനുവർത്തിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ പണിക്കാരെയും മേൽനോട്ടക്കാരെയും ഏൽപ്പിച്ചു. കാര്യസ്ഥനായ ഷാഫാൻ പറഞ്ഞു, ഹിൽക്കിയ പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട്. അവൻ അത് രാജാവിൻ്റെ മുൻപിൽ വായിച്ചു. നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. ഹിൽക്കിയ ഷാഫാൻ്റെ മകൻ അഹീക്കാം, മിക്കായുടെ മകൻ അബ്ദോൻ, കാര്യസ്ഥനായ ഷാഫാൻ, രാജസേവകനായ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു, നിങ്ങൾ പോയി എനിക്കും ഇസ്രായേലിലും യൂദായിലും അവശേഷിക്കുന്ന ജനത്തിനു വേണ്ടി ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെപ്പറ്റി കർത്താവിനോട് ആരായുവിൻ. ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിൻ പ്രകാരം നമ്മുടെ പിതാക്കന്മാർ കർത്താവിൻ്റെ വചനം അനുസരിക്കാതിരുന്നതിനാൽ അവിടുത്തെ ഉഗ്രകോപം നമ്മുടെ മേൽ പതിച്ചിരിക്കുന്നു. ഹിൽക്കിയായും രാജാവ് അയച്ച മറ്റുള്ളവരും കൂടി ഹുൽദ പ്രവാചികയുടെ അടുക്കൽ ചെന്ന് വിവരമറിയിച്ചു. ഹസ്രായുടെ മകനായ തോഖത്തിൻ്റെ മകനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലുമിൻ്റെ ഭാര്യയാണ് അവൾ. പുതിയ ജെറുസലേമിലാണ് അവൾ പാർത്തിരുന്നത്.
അവൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ രാജാവിൻ്റെ മുൻപിൽ വായിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളും ഈ സ്ഥലത്തിന്മേലും ഇവിടുത്തെ നിവാസികളുടെ മേലും ഞാൻ വർഷിക്കും. അവർ എന്നെ പരിത്യജിക്കുകയും അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളാൽ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്തിന്മേൽ എൻ്റെ ക്രോധം ഞാൻ ചൊരിയും, അത് ശമിക്കുകയില്ല. കർത്താവിൻ്റെ ഹിതമാരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് പറയുവിൻ. നീ കേട്ട വാക്കുകളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്തിനും ഇവിടുത്തെ നിവാസികൾക്കും എതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുതപിക്കുകയും ദൈവമായ എൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു. നീ പിതാക്കന്മാരോട് ചേർന്ന് സമാധാനത്തിൽ സംസ്കരിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും. ഈ സ്ഥലത്തിൻ്റെയും ഇവിടുത്തെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്താനിരിക്കുന്ന അനർത്ഥങ്ങളിൽ ഒന്നും നിനക്ക് കാണേണ്ടി വരികയില്ല. അവർ മടങ്ങി വന്ന് രാജാവിനെ വിവരമറിയിച്ചു. ഉടമ്പടി പുതുക്കുന്നു. രാജാവ് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. യൂദ ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വലിപ്പചെറുപ്പമെന്നിയെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ചു കേൾപ്പിച്ചു. കർത്താവിനെ പിൻചൊല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിൻ്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു. ജെറുസലേമിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരോടും അത് പാലിക്കാൻ അവൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി ചെയ്ത ഉടമ്പടി ജെറുസലേം നിവാസികൾ അനുസരിച്ചു. ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന സകല മ്ലേച്ഛതകളും ജോസിയ നീക്കം ചെയ്തു. തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രായേൽ നിവാസികളെ നിർബന്ധിച്ചു. അവൻ്റെ ജീവിതകാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയില്ല. 35-ാം അധ്യായം. ജോസിയ പെസഹ ആഘോഷിക്കുന്നു. ജോസിയ ജെറുസലേമിൽ കർത്താവിൻ്റെ പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നവരും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുമായ ലേവ്യരോട് അവൻ പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം പ്രതിഷ്ഠിക്കുവിൻ. നിങ്ങൾ ഇനി അത് തോളിൽ വഹിക്കേണ്ടതില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിനും അവിടുത്തെ ജനമായ ഇസ്രായേലിനും ശുശ്രൂഷ ചെയ്യുവിൻ. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെയും പുത്രനായ സോളമൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് കുടുംബക്രമത്തിൽ ഗണം തിരിഞ്ഞ് ഒരുങ്ങുവിൻ. നിങ്ങളുടെ സഹോദരന്മാരായ സാമാന്യ ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ. ലേവ്യർക്ക് ഇസ്രായേൽ കുടുംബങ്ങളിൽ ഓഹരി ഉണ്ടായിരിക്കണം. പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ. മോശ മുഖേന കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് നിങ്ങളുടെ സഹോദരർക്ക് സേവനം ചെയ്യാൻ ഒരുങ്ങുവിൻ. അവിടെ സന്നിഹിതരായിരുന്ന സാമാന്യ ജനം പെസഹ കാഴ്ച അർപ്പിക്കുവാൻ വേണ്ടി തൻ്റെ മൃഗസമ്പത്തിൽ നിന്ന് 30,000 ചെമ്മരിയാടുകളെയും കോലാട്ടിൻ കുട്ടികളെയും 3,000 കാളകളെയും ജോസിയ അവർക്ക് ദാനം ചെയ്തു. അവൻ്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും സ്വമനസാ ദാനങ്ങൾ നൽകി. ദേവാലയത്തിലെ മുഖ്യ സേവകന്മാരായ ഹിൽക്കിയ, സക്കറിയ, യഹിയേൽ എന്നിവർ പുരോഹിതന്മാർക്ക് പെസഹ കാഴ്ച അർപ്പിക്കാൻ 2,600 ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 300 കാളകളെയും നൽകി. ലേവ്യ പ്രമുഖരായ കൊനാനിയായും അവൻ്റെ സഹോദരന്മാരായ ഷെമായായും നഥാനേലും ഹഷാബിയ, ജയിയേൽ, യോസാബാദ് എന്നിവരും പെസഹ കാഴ്ച അർപ്പിക്കാൻ ലേവ്യർക്ക് 5,000 ചെമ്മരിയാടുകളെയും കോലാട്ടിൻ കുട്ടികളെയും 500 കാളകളെയും നൽകി. ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാരും ലേവ്യരും രാജകൽപ്പനയനുസരിച്ച്
താന്താങ്ങളുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു. അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാർ ലേവ്യരിൽ നിന്ന് രക്തം സ്വീകരിച്ച് ബലിപീഠത്തിന്മേൽ തളിച്ചു. ലേവ്യർ മൃഗത്തിൻ്റെ തോലുരിഞ്ഞു. ദഹനബലിക്കുള്ള മൃഗങ്ങളെ സാമാന്യ ജനത്തിന് കുടുംബക്രമം അനുസരിച്ച് വീതിച്ചു കൊടുത്തു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് ബലിയർപ്പിക്കുവാനായിരുന്നു അത്. ലേവ്യർ പെസഹ കുഞ്ഞാടിനെ ചട്ടപ്രകാരം തീയിൽ ചുട്ടെടുത്തു. ശേഷിച്ചവ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് ഉടനെ ജനത്തിന് വിതരണം ചെയ്തു. അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കുമുള്ളത് തയ്യാറാക്കി. കാരണം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മേധസ്സും ദഹനബലിയും അർപ്പിക്കുന്നതിൽ രാത്രി വരെ വ്യാപൃതരായിരുന്നു. ദാവീദിൻ്റെയും ആസാഫ്, ഹേമാൻ, രാജാവിൻ്റെ ദീർഘദർശിയായ യദുതൂൻ എന്നിവരുടെയും നിർദ്ദേശമനുസരിച്ച് ആസാഫിൻ്റെ സന്തതികളായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നു. കാവൽക്കാർ ഓരോ വാതിൽക്കലും നിലയുറപ്പിച്ചു. അവർക്കു വേണ്ടത് സഹോദരന്മാരായ ലേവ്യർ ഒരുക്കിയിരുന്നതിനാൽ അവർക്ക് ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നില്ല. ജോസിയ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കുകയും കർത്താവിൻ്റെ ബലിപീഠത്തിൽ ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്ത് കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടതെല്ലാം അവർ ഒരുക്കി. അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം പെസഹ തിരുനാളും 7 ദിവസം നീളുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും അന്ന് ആഘോഷിച്ചു. സാമുവൽ പ്രവാചകന്റെ കാലത്തിനു ശേഷം അതുപോലൊരു പെസഹ ഇസ്രായേലിൽ ആഘോഷിച്ചിട്ടില്ല. ജോസിയായും പുരോഹിതന്മാരും ലേവ്യരും അവിടെ സമ്മേളിച്ച യൂദായിലെയും ഇസ്രായേലിലെയും ജനങ്ങളും ജെറുസലേം നിവാസികളും ചേർന്ന് ആഘോഷിച്ച ആ പെസഹ പോലെ ഒന്ന് ഇസ്രായേൽ രാജാക്കന്മാരിൽ ആരും ആഘോഷിച്ചിട്ടില്ല. ജോസിയായുടെ 18ാം ഭരണവർഷത്തിലാണ് ഈ പെസഹ ആഘോഷിച്ചത്. ജോസിയായുടെ മരണം. ജോസിയ ദേവാലയ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യൂഫ്രട്ടീസ് തീരത്തുള്ള കർക്കമീശിലേക്ക് യുദ്ധത്തിന് പോവുകയായിരുന്നു. ജോസിയ അവനെതിരെ ചെന്നു. നെക്കോ ദൂതന്മാർ മുഖേന ജോസിയായോട് പറഞ്ഞു, യൂദാ രാജാവേ, നാം തമ്മിൽ എന്തു തർക്കം? ഞാൻ വരുന്നത് നിന്നെ ആക്രമിക്കാനല്ല, എൻ്റെ ശത്രുഭവനത്തിനെതിരായിട്ടാണ്. തിടുക്കം കൂട്ടാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നോടൊത്തുള്ള ദൈവത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുക, അല്ലെങ്കിൽ അവിടുന്ന് നിന്നെ നശിപ്പിക്കും. എന്നാൽ ജോസിയ പിന്മാറിയില്ല. വേഷപ്രച്ഛന്നനായി യുദ്ധത്തിന് ചെന്നു. നെക്കോയിലൂടെ ദൈവം അരുളി ചെയ്ത വാക്കു കേൾക്കാതെ മെഗിദോ സമതലത്തിൽ വെച്ച് ജോസിയ അവനുമായി ഏറ്റുമുട്ടി. വില്ലാളികൾ ജോസിയ രാജാവിനെ എയ്തു. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവേൻ. അവർ അവനെ ആ രഥത്തിൽ നിന്ന് ഇറക്കി മറ്റൊരു രഥത്തിൽ കിടത്തി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ മരിച്ചു. പിതാക്കന്മാരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. യൂദായും ജെറുസലേമും ജോസിയായെ ഓർത്ത് വിലപിച്ചു. ജെറമിയായും ജോസിയായെക്കുറിച്ച് ഒരു വിലാപഗാനം രചിച്ചു. ജോസിയായെക്കുറിച്ച് വിലപിക്കുമ്പോൾ ഇസ്രായേലിലെ ഗായകരായ സ്ത്രീ പുരുഷന്മാർ ഈ ഗാനം ആലപിക്കാറുണ്ട്. ഇസ്രായേലിൽ ഇതൊരു പതിവായി. വിലാപഗീതങ്ങളിൽ ഈ ഗാനവും ചേർത്തിരിക്കുന്നു. ജോസിയായുടെ ഇതര പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആദ്യന്തം ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദാ രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 36-ാം അധ്യായം. യഹോവാഹാസ്. ജോസിയായുടെ പുത്രനായ യഹോവാഹാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലേമിൽ രാജാവായി വാഴിച്ചു. ഭരണം ആരംഭിക്കുമ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി. 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തി. യഹോവാഹാസിന്റെ സഹോദരൻ എലിയാക്കിമിനെ ഈജിപ്ത് രാജാവ് യൂദായുടെയും ജെറുസലേമിൻ്റെയും രാജാവാക്കി. അവന് യഹോയാക്കിം എന്നു പേരിട്ടു. യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. യഹോയാക്കിം. വാഴ്ച ആരംഭിക്കുമ്പോൾ യഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ അവനെതിരെ ചെന്ന്
അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു. യെഹോയാക്കീമിൻ്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ലേച്ഛതകളും അവൻ്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂദ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ പുത്രൻ യെഹോയാഖിൻ രാജാവായി. യെഹോയാഖിൻ രാജാവാകുമ്പോൾ യെഹോയാഖിന് 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും ജെറുസലേമിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. ആ വർഷം വസന്തകാലത്ത് നബുക്കദ്നേസർ രാജാവ് സൈന്യത്തെ അയച്ച് യെഹോയാഖിനെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി. യെഹോയാക്കീമിൻ്റെ സഹോദരനായ സെദക്കിയായെ യൂദായുടെയും ജെറുസലേമിൻ്റെയും രാജാവാക്കി. സെദക്കിയ ഭരണം ആരംഭിക്കുമ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സായിരുന്നു. 11 വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു. ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു. കർത്താവിൻ്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുൻപിൽ അവൻ തന്നെ എളിമപ്പെടുത്തിയില്ല. ജെറുസലേമിൻ്റെ പതനം. നബുക്കദ്നേസർ രാജാവിന് വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും സെദക്കിയ അവനോട് മത്സരിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശ്ശാഠ്യത്തിൽ തുടർന്നു. ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യധികം അവിശ്വസ്തരായി തീർന്നു. ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ച് തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ക്രോധം അപ്രതിഹതമാം വിധം അവിടുത്തെ ജനത്തിനെതിരെ ഉയർന്നു. കൽദായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു. അവൻ അവരുടെ യുവയോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിനിരയാക്കി. യുവാക്കളോടോ കന്യകകളോടോ വൃദ്ധന്മാരോടോ പടുകിഴവന്മാരോടോ അവൻ കരുണ കാണിച്ചില്ല. ദൈവം എല്ലാവരെയും അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിൻ്റെ ആലയത്തിലെയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ ദേവാലയം അഗ്നിക്കിരയാക്കി. ജെറുസലേമിൻ്റെ മതിലുകൾ ഇടിച്ചു നിരത്തി. അതിലെ മന്ദിരങ്ങൾ ചുട്ടെരിച്ചു. വിലപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു. അങ്ങനെ ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം പൂർത്തിയായി. ദേശം അതിൻ്റെ സാബത്ത് ആസ്വദിച്ചു. 70 വർഷം പൂർത്തിയാകുന്നതുവരെ ശൂന്യമായി കിടന്ന നാളുകൾ അത്രയും ദേശം സാബത്ത് ആചരിച്ചു. സൈറസിൻ്റെ വിളംബരം. ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ 1-ാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു. പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു: ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യൂദായിലെ ജെറുസലേമിൽ അവിടുത്തേക്ക് ഒരു ആലയം പണിയാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ. അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.